കോങ്ങാട് MLA കെ ശാന്തകുമാരെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി പോലീസ്. ആന്റി ടെറർ സ്ക്വാഡാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 2 മണിക്കൂറോളമാണ് MLA ഡിജിറ്റൽ തടവിൽ വെച്ചത്. പഹൽഗാം ഭീകരാക്രമണ കേസിലെ പ്രതികളിൽ നിന്നാണ് നമ്പർ ലഭിച്ചതെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പിനുള്ള ശ്രമം. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് MLAയുടെ നമ്പറിലേക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണെന്ന് പറഞ്ഞ് ഫോൺ കോൾ വന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ നിന്നാണ് നമ്പർ ലഭിച്ചതെന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമായി ഫോണിൽ സംസാരിച്ചയാൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രശ്നം ഗുരുതരമാണെന്ന് സംഘം പറഞ്ഞതായി കെ ശാന്തകുമാരി 24-നോട് പറഞ്ഞു. ATS ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മുംബൈയിൽ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആരോ. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് സിം കാർഡ് എടുക്കുകയും ആ സിം കാർഡ് എടുത്തത് പഹൽഗാം ബോംബ് ബ്ലാസ്റ്റിലെ പ്രതിയായിട്ടുള്ള അഫ്സൽ ഖാൻ എന്ന പ്രതിയാണ്. അപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത ശേഷം ഉള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ നമ്പർ കണ്ടെത്തിയത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ ചോദിച്ചാൽ പറയും എനിക്ക് കണക്ഷനൊന്നുമില്ല, എനിക്കറിയില്ല. അവിടെ അയാളെ ഹസ്ബൻഡിനെ കണ്ടപ്പോൾ ഹസ്ബൻഡ് ആരാന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡാണ്. അപ്പോൾ അയാൾ കൂടെ ഇരിക്കാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. തട്ടിപ്പുകാരുടെ ആവശ്യപ്രകാരം MLA ആധാർ നമ്പർ കൈമാറുകയും ചെയ്തു. MLAയുടെ ഡ്രൈവർ വിവരമറിയിച്ചതിനെ തുടർന്ന് കുഴൽമന്ദം പോലീസ് എത്തിയതിനു ശേഷമാണ് ശാന്തകുമാരി ഫോൺ കട്ട് ചെയ്തത്. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും പാലക്കാട് സൈബർ സെല്ലിനും പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.